ഇപ്പം എന്താ സാറേ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി പോകുന്നത്? സാറേ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ പിള്ളേർ ഈ സിനിമയും മറ്റു ഇതുമൊക്കെ കണ്ട് ഓരോരുത്തന്മാർ ചെയ്യുന്നതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആയി ചെയ്യുന്നതുമായിരിക്കാം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മയോ പെങ്ങളെയോ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ അവസ്ഥയിലൊന്നും മാറിയിരിക്കണം. അവന്മാരെ എന്തായാലും പിടിക്കണം സാറേ. സാറേ സൈഡിലോട്ടൊന്ന് വണ്ടി കൊടുക്കും. ഹലോ, സാറേ ഞങ്ങൾ ലൊക്കേഷനിലോട്ട് എത്താറായി. ഞങ്ങളവിടെ ചെന്നിട്ട് വിളിക്കാം. എവിടെ അവന്മാർ? സാറേ അമ്മമാർ ആ വഴി നേരെ പോയി. അപ്പോൾ അവിടെ അമ്മമാരുടെ അലപ്പും കാര്യങ്ങളൊക്കെ കേൾക്കാം. അവന്മാർ എത്ര പേരുണ്ട്? സാറേ അമ്മമാർ 3 പേരുണ്ട് സാറേ. അവന്മാർ എവിടെ ഉള്ള? ഇവിടെ തന്നെ ഉള്ളവരാണോ? സാറേ 2 പേര് ഇവിടെ ഉള്ളവരാ. ഒരാൾ ഇവിടെ ഉള്ളവരാണെന്നറിയത്തില്ല, പക്ഷെ അവനാണ് ഇതിനകത്ത് സാധനങ്ങൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അത് ഞങ്ങൾ നല്ലോണം അറിയാം സാറേ. അമ്മമാർ വന്നിട്ട് ഒത്തിരി നേരമായോ? സാർ അമ്മ ഒരു 1/4 മണിക്കൂർ അമ്മ വന്നിട്ട്. സാർ അമ്മയോട് ഭയങ്കര ശല്യ. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ മനുഷ്യർ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് സാർ ഇവിടെ. ശരി സാറേ. ഹലോ, ചേട്ടാ എത്തിയോ? അതാ വരുവാണേ. മറ്റേ സാധനം മേടിക്കാൻ ആള് മേടിച്ചിട്ടുണ്ടോ? സാറേ അവനാണ് പറഞ്ഞ മെയിൻ ഡീലർ. അവനെ അങ്ങ് ബുക്ക് ചെയ്യാലോ? ഇല്ല, അവൻ സാധനം കൊടുത്തിട്ട് പോട്ടെ. നമ്മൾ മറ്റേ പിള്ളേരെ സ്കെച്ച് ചെയ്തില്ല വന്നത്. അപ്പോൾ നമുക്ക് അവന്മാരെ എടുക്കാം. പരിചയമില്ലാത്തൊരു വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ശ്രദ്ധിച്ചു വേണം. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിലോട്ട്. ഓക്കെ. എടാ സാധനം കിട്ടി കേട്ടോ. പിന്നെ അവിടെ ചേട്ടൻ പറഞ്ഞു അവിടെ പരിചയമില്ലാത്തൊരു വണ്ടി ഇരിക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓടാ. അവൻ പോട്ടെ സാറോ അവന്മാരെ വയ്ക്കാം.
ഞാനാണ് വിചാരിച്ചത് ഇനിയൊന്നും ഞങ്ങൾ പിടിക്കത്തില്ല. സാറേ എന്നെ പിടിച്ച് സ്റ്റേഷനിലോട്ട് വിളിച്ചാറാ. പിന്നെ നിൽക്കണം. സാറേ അവന്മാരെ 2 എണ്ണം കിട്ടി, ഒരാൾ മിസ്സായി. നമ്മുടെ കുരിശിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, നേരെ ഇങ്ങ് വരണം. ശരി, വേഗം വാ. ലോകത്തിൻ്റെ ഓരോ കോണിലും ഇതുപോലെ ആയിരക്കണക്കിന് കുട്ടികൾ അവർ പോലും അറിയാതെ ലഹരിയുടെ കെണിയിൽ വീഴുകയാണ്. എന്നാൽ ഇതിന് ചില മാതാപിതാക്കൾക്കും പങ്കുണ്ട്. നിങ്ങൾ സിഗരറ്റ് പോലെയുള്ള ലഹരി വസ്തുക്കൾ വാങ്ങാൻ കുട്ടികളെ വിടുമ്പോൾ അവരുടെ ഉള്ളിൽ അവർ പോലും അറിയാതെ ഇത് ഉപയോഗിക്കാനുള്ള തോന്നലുകൾ ഉണ്ടാകുന്നു. ക്രമേണ അവർ ആരുമറിയാതെ ഉപയോഗിച്ചു നോക്കി പതിയെ ലഹരിക്ക് അടിമകളാകുന്നു. ഓർക്കുക, നിങ്ങളുടെ ഒരു തീരുമാനം പോലും ആ വലിയ വിപത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയേക്കാം. ഇവരാണ് നമ്മുടെ ഭാവി തലമുറ. അവരുടെ ആരോഗ്യം നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്.